ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ മൈൻഡ്ഫുൾ മിനിമലിസ്റ്റ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ വന്നൊരു ആശയം ഇങ്ങനെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. ഇവിടെയുള്ള റെസിഡൻസിന്, അതായത് ഇവിടുത്തെ പേഷ്യൻസിന് നമ്മളൊക്കെ പറയുന്നത് നമ്മൾ ഇൻ്റലക്ച്വലി ഭയങ്കര എബിലിറ്റി ഉള്ളവരാണെന്നാണ് നമ്മൾ സ്വയം ഇങ്ങനെ അഹങ്കരിക്കുന്നതൊക്കെ. പക്ഷെ ചില സമയം എനിക്ക് അവരുടെ ഓരോ പ്രവൃത്തികളും അവരുടെ കുഞ്ഞു കുഞ്ഞു മാനറിസംസും ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് അവർക്ക് മാത്രമുള്ളതല്ല, അവർക്ക് കുറച്ചുകൂടെ ഹൈ ലെവലിൽ സിവിയർ വേർഷൻ ആണെന്നേ ഉള്ളൂ. നമുക്കൊക്കെ ചിലപ്പം അതിൻ്റെ മൈൽഡ് മോഡറേറ്റ് വേർഷനൊക്കെ നമ്മളുടെ എല്ലാവരിലും കടന്നു പോകുന്നതാണെന്ന് എനിക്കിങ്ങനെ തോന്നി. അപ്പം അതൊക്കെ ആ രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് പോവാം. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനറിസംസ് ആണ് കേട്ടോ അവർ കാണിക്കുന്നത്. ഇപ്പം ഒരാൾക്കെന്ന് വെച്ചാൽ ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്ന ഇഷ്ടമേ അല്ല. ഒച്ചയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും, മർമർ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എന്താ ഇത്ര ബഹളം അങ്ങനെയെന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അപ്പം ചിലപ്പം ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ആയിരിക്കും, ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ജോക്കൊക്കെ പറഞ്ഞ് പരസ്പരം ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത് ഇവർക്ക് ചിലപ്പോൾ അത് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ചിലവുള്ള ആൾക്കാർ, എനിക്കും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവരെ എനിക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഒട്ടും ഒച്ച കേൾക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വീട്ടിൽ ഈ നമ്മുടെ കൂട്ടുകാരുടെ മക്കളോ ഒക്കെ വരുമ്പോഴത്തേന്, കിഡ്സ് ആകുമ്പോഴത്തേന് അവർ കുറേ പേരെ എപ്പോഴും അവർ വീട്ടിൽ കാണുന്നില്ലല്ലോ. അപ്പോൾ ഈ പിള്ളേർ അവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ഓടി നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇവർക്ക് തലവേദന എടുക്കാൻ തുടങ്ങും, അവർ പിന്നെ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്നത് പോലും ഇഷ്ടമില്ലാണ്ടാവും. അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട് കേട്ടോ. വേറൊരു പുള്ളിക്കാരിയുണ്ട്. ആ പുള്ളിക്കാരി എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വേറെ ആരെങ്കിലും ഇങ്ങനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം. നീ ഇവിടുത്തെ ബെസ്റ്റ് വുമണാണ്, നീയാണ് ഇവിടുത്തെ ബെസ്റ്റ് ലേഡി, എല്ലാവരേക്കാളും ഫസ്റ്റ് നീയാണ്, നീ ഇവിടുത്തെ ബോസാണ്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് ഇച്ചിരി പൊക്കി കൊടുക്കാമെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പെട്ടെന്ന് മൂഡൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ഇച്ചിരി വിഷമിച്ച് തലയൊക്കെ കുനിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇത് ഇങ്ങനെ നമ്മളൊന്ന് പൊക്കി കൊടുക്കുമ്പോഴത്തേന് പുള്ളിക്കാരിയെ ഇങ്ങനെ അവർ കയ്യിലെടുക്കാൻ കുറച്ച് ചെറിയ ചെറിയ ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ദിവസം നമുക്ക് നല്ല നല്ല മെമ്മറീസ് കിട്ടും, നല്ല വർക്ക് എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കണക്ക് റിയൽ ലൈഫിൽ ചില ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യട്ടോ ഇവിടെ കമൻറ്റ് ബോക്സിൽ. പിന്നെ വേറൊരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര പെർഫെക്ഷനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഡ്രസ്സ് എടുത്ത് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈയൊക്കെ ഇല്ലേ, ഒരു കൈ മടക്കിയേക്കുന്ന അതേ ഒരു ലെങ്ത്തിൽ അല്ലെങ്കിൽ അതേ ഒരു വിഡ്ത്തിലൊക്കെ തന്നെ അപ്പുറത്തെ കൈ ഇങ്ങനെ മടക്കുക, എല്ലാം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യുക. നമ്മുടെ മഴവില്ല് സിനിമയിൽ വിനീതാണെന്ന് തോന്നുന്നു, വിനീത് വരുമ്പോഴത്തേന് വിനീത് ക്യാരറ്റ് അരിയാനായിട്ട് ഹീറോയിൻ പറയുമ്പം അവൻ അരിയണ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരു അരിഞ്ഞ ഫസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ നോക്കി അരിയുന്നത്. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പുള്ളിക്കാരി. ഭയങ്കര പെർഫെക്ഷനിസോ. ഫുഡ് കഴിച്ചിട്ട് അവിടെ ടേബിളൊന്ന് തുടയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പം ആ ടേബിളിൻ്റെ പെയിൻറ്റ് പോലും തുടച്ച് കളയും കേട്ടോ, അതുപോലെ തുടയ്ക്കും. അപ്പോൾ അങ്ങനെയും ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വൃത്തിപ്രാന്തൊക്കെ ഉള്ള. ഞാനും കുറേയൊക്കെ അങ്ങനെ ക്ലീനിങ് പരിപാടി വൃത്തി ഇച്ചിരി കൂടുതലുള്ള ഒരാളാണ്. പക്ഷെ എന്നാലും അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ സമയം തൊട്ട് ഞാൻ അതൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ പെർഫെക്ഷനിസം അതും നമ്മളെ ഒരുപാട് അലട്ടും കേട്ടോ. ഈ പറഞ്ഞ തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുമെന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. അപ്പം പെർഫെക്ഷനിസം വേറൊരു പ്രശ്നം. അതുപോലെ വേറൊരു പുള്ളിക്കാരിയുണ്ട്. ആ പുള്ളിക്കാരിക്ക് ചിലർ പീക്ക എന്നാണ് പറയുന്നത്. ന്യൂട്രീഷ്യസ് അല്ലാത്ത, കഴിക്കുന്ന ഫുഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഈറ്റ് ചെയ്യുമ്പോഴത്തേന് അതിനെ പറയുന്നൊരു രോഗമാണ് കേട്ടോ. അങ്ങനെ ഒരു പുള്ളിക്കാരിയുണ്ട്. ആ പുള്ളിക്കാരി എന്ന് വെച്ചാൽ നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, ഡ്രസ്സിനകത്ത് ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ ഇടപെണഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പറിച്ചെടുത്ത് വായിൽ വയ്ക്കും കേട്ടോ. അതൊക്കെ കഴിക്കും. പുള്ളിക്കാരുടെ കെയർ പ്ലാനൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കാണാൻ പറ്റും. പാഡൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും പാഡിൻ്റെ സൈഡിലെ സ്റ്റിക്കർ അതൊക്കെ ഇളക്കി ഇങ്ങനെ കഴിക്കും. ഇവിടെ റെസിഡൻസിനൊക്കെ കെയറേഴ്സ് നെയിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നെയിൽ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് നെയിൽ പോളിഷൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ നെയിൽ പോളിഷൊന്നും ഈ പുള്ളിക്കാരിക്ക് മാത്രമേ ഇടില്ല, കാരണം അവർ അതൊക്കെ ഇങ്ങനെ എടുത്ത് തരും. ഇതിപ്പം ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള അവരുടെ കാര്യമാണ്. പക്ഷേ ഞാൻ 10th പഠിക്കുമ്പം അതിൻ്റെ കൂടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവായിരിക്കും. അപ്പോൾ പേരൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യത്തില്ല. നമ്മുടെ സാറുമാരൊക്കെ ചോക്ക് കൊണ്ടുവന്നിട്ട് എഴുതുമല്ലോ ബോർഡിൽ. അപ്പോൾ ചിലപ്പോൾ അത് ഒടിഞ്ഞൊക്കെ വീഴും. അവർ കുനിഞ്ഞ് അതൊന്നും എടുക്കില്ല, അവരപ്പോൾ പുതിയ ചോക്ക് എടുത്തിട്ട് എഴുതുള്ളൂ. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്, ഈ പറഞ്ഞ പുള്ളിക്കാരിയും കൂടെ ചോക്ക് കളക്ട് ചെയ്യും. ഞാൻ ചോക്ക് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. ചിലപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ കയറുമ്പം നമ്മുടെ ലീഡറിൻ്റെ ഉത്തരവാദിത്വം
ചോക്ക് എടുത്ത് വെക്കുക എന്നുള്ളത്. ചിലപ്പം നമ്മുടെ കയ്യിൽ ചോക്കൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചിലപ്പം സ്റ്റാഫ് റൂമിൽ പോയി ചോക്കൊന്നും കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മുടെ കയ്യിൽ സ്പെയർ ഇരിക്കുവാണെങ്കിൽ അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ചോക്ക് ഞാൻ കളക്ട് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ എടുക്കുന്ന പുള്ളിക്കാരി വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഉണ്ട്, അവൾ വന്ന് എന്നോട് പറഞ്ഞു, മഞ്ജു നീ ഇവൾക്ക് ചോക്ക് എടുത്ത് കൊടുക്കാറുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ എൻ്റെ കൂടെ ചോക്ക് എടുക്കാറുണ്ട്, എന്ത് പറ്റി? നീ ഇനി ചോക്ക് കൊടുക്കരുത് കേട്ടോ, അവളുടെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൊച്ചിനൊരു സ്വഭാവമുണ്ട്, ഈ ചോക്ക് എടുത്ത് കഴിക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞാൽ ചോക്ക് കഴിക്കുക, അന്ന് നമുക്കിതൊരു അത്ഭുതമാണല്ലോ. ഇപ്പം പിന്നെ നമുക്ക് ഇതണക്ക് കുറേ പേഷ്യൻസിനെയൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം. അന്ന് നമ്മൾ 10th പഠിക്കും, എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല. ചില പിള്ളേർ, കുഞ്ഞു പിള്ളേർ മണ്ണൊക്കെ തിന്നുന്നുണ്ട്. 10th കൊച്ചെന്ന് വെച്ചാൽ അത്ര കുഞ്ഞു കൊച്ചല്ലല്ലോ. അപ്പോൾ ഇവൾ ചോക്ക് തിന്നും. അപ്പം ഓൾറെഡി ഇവളെ അമ്മ ഡോക്ടറിനെയൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനോട് പറഞ്ഞിരിക്കുമോ നോക്കാനായിട്ട്, ഇനി ചോക്ക് അങ്ങനെ തിന്നുവാണെന്നുണ്ടെങ്കിൽ വന്ന് പറയണമെന്ന്. അപ്പോൾ അവൾ എന്നോട് പറയാം ഇതിൻ്റെ അടുത്ത്. എന്നോടും പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ചോക്ക് എന്നോട് എൻ്റെ ഒപ്പം കളക്ട് ചെയ്യുന്നത്. പിന്നീട് അറിയുന്നത് അവൾ ചോക്ക് തിന്നാനാണ്. പിന്നെ ഞാൻ കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർക്ക് വിഷമം തോന്നുമ്പോഴത്തേന്. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് ചിലപ്പം ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ, ചിലർ പറയത്തില്ലേ വിഷമം വരുമ്പോഴത്തേന് ഫുഡ് കഴിക്കും, അതിനൊക്കെ ഓരോ വേറെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. അനറക്സിയ നെർവോസ, അനറക്സിയ ബുളീമിയ, അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം ഞാൻ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്തായാലും ഈ പുള്ളിക്കാരി ചോക്ക് തിന്നുന്നതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പം ടീനേജേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണോ സങ്കടങ്ങൾ വരുന്നത്, അങ്ങനെ സങ്കടങ്ങൾ ഉണ്ടാകുന്ന ടൈമിൽ, പിന്നെ പീരീഡ്സിന് മുന്നേ ഉണ്ടാകുന്ന മൂഡ് സ്വിങ് ഒക്കെ വരുന്ന സമയത്ത് അന്നേരം ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി കഴിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഇത് കഴിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്തും മിക്കവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ മഴ പെയ്യുമ്പോൾ ആ മണ്ണിങ്ങനെ പറക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ മണം ഇങ്ങനെ എൻ്റെ മൂക്കിൽ ഇങ്ങനെ വരുമ്പോഴും എനിക്ക് പലപ്പോഴും മണ്ണ് വരെ തിന്നാൻ തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേർക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് മണ്ണെണ്ണയുടെ മണം വരുമ്പോൾ കഴിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിവേ, നമ്മളാരും അങ്ങനെ തോന്നുന്നു വെച്ചാൽ നമ്മളെടുത്ത് കഴിക്കാറില്ലല്ലോ. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നവരും ഉണ്ട്. ഇത് കണക്ക് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർ മാത്രമല്ല, നോർമൽ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. വേറൊരു റെസിഡൻ്റ് ഉണ്ട് ഇവിടെ. ആ പുള്ളിക്കാരി എന്ന് വെച്ചാൽ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ബെഡിൽ പോകുന്നിടം വരെ എനിക്ക് അടുത്ത് എന്താ അത് ഇങ്ങനെ ചോദിച്ച് നിൽക്കും. ആ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ടൈം വെച്ചേ കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പം മെഡിസിൻ ആണെങ്കിൽ പോലും 9 മണിക്കാണെങ്കിൽ 8 തൊട്ട് കൊടുക്കാം, 10 മണി വരെ കൊടുക്കാം. അതായത് 9 മണിക്കാണ് കറക്റ്റ് ടൈമെങ്കിൽ കറക്റ്റ് 9 മണിക്ക് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 8 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈമിനിടയ്ക്ക് ഏതെങ്കിലും ടൈമിലായിരിക്കണം കൊടുക്കേണ്ടത്. രാവിലെ പുള്ളിക്കാരിക്ക് മെഡിസിൻ കൊടുക്കുന്ന സമയം 9 മണിക്ക് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7 മണിയാകുമ്പോഴേ തുടങ്ങും. മെഡിസിൻ തരാറായോ, എൻ്റെ മെഡിസിൻ എപ്പോഴാണ്, എൻ്റെ ഇഞ്ചക്ഷൻ എപ്പോഴാണ്, ഒരു ഇൻസുലിൻ കിട്ടുന്നുണ്ട് കേട്ടോ, ഇഞ്ചക്ഷൻ എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പറയും ടൈം ആയില്ല 9 മണിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ പറയും നിയർലി 9 ആയല്ലോ എന്ന് പറയും. അപ്പോൾ ശരിക്കും ചുമ്മാതെയാണ് കേട്ടോ, 7 മണി ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ പുള്ളിക്കാരി വെറുതെ എന്ന് പറയും നിയർലി 9 ആയല്ലോ എന്നാൽ എനിക്ക് മെഡിസിൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മളിങ്ങനെ റഷ് ചെയ്തുകൊണ്ടിരിക്കും. മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിക്ക് അടുത്ത ആൾ കെയറിൻ്റെ പുറകെ നടക്കും, ഷവർ കൊടുക്കണം. ഷവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി രാവിലെ തൊട്ട് ഉച്ച വരെ പുള്ളിക്കാരി പുറത്ത് പോകണം. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു റൂട്ടീനുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്ന എല്ലാം ഇങ്ങനെ എനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ ചോദിച്ച് വേറെ ഒന്നിനെക്കുറിച്ചും അതിന് ചുറ്റിന് എന്ത് നടക്കുന്നു അതൊന്നും പുള്ളിക്കാരിയെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല. പുള്ളിക്കാരിയുടെ റുട്ടീനുണ്ട്, അത് പുള്ളിക്കാരിക്ക് അറിയാം. അത് രാവിലെ തൊട്ട് രാത്രി ബെഡിൽ പോകുന്നിടം വരെ അതിങ്ങനെ ചോദിച്ച് ചെയ്ത് അതെല്ലാം മേടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നോർമലി ഉള്ള ആൾക്കാരും ഇങ്ങനെയുണ്ട്. അതായത് അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താ നടക്കുന്നത് അവർക്കൊന്നും അറിയണ്ട, മറ്റൊന്നിനെക്കുറിച്ചും അവർ ബോധേടയല്ല. അവർക്ക് എനിക്ക് എന്തിപ്പോൾ വേണം, അത് കഴിയുമ്പോൾ എനിക്ക് അടുത്ത് എന്ത് വേണം, അത് കഴിയുമ്പോൾ എനിക്ക് അടുത്ത് എന്ത് വേണം, അതിന് ഞാൻ മറ്റുള്ളവരെ ഇവരെന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒബ്വിയസ്ലി ഞാൻ അവരെ നോക്കുന്ന നേഴ്സാണ്. ഞാൻ അവരെ നോക്കാൻ വേണ്ടിയിട്ടും അവർക്കുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അവരെ കുറ്റം പറയല്ല. ഇങ്ങനെ നോർമലി ആക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രോഗങ്ങളൊന്നും ഉള്ളവരല്ല, അല്ലാതെ നമ്മളെപ്പോലെ നോർമലായിട്ടുള്ള ആൾക്കാർ ഇത് കണക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേന് അത് മറ്റുള്ളവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നാണ് അവർ ചിന്തിക്കാറില്ല. അതുപോലെ വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഇത് ഇവിടെ എങ്ങുള്ള റെസിഡൻസ് ഒന്നുമല്ല. ഞാൻ നാട്ടിൽ പോസ്റ്റ് BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിച്ച കൊല്ലം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൈക്കോളജി പഠിപ്പിക്കുന്ന പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. പ്രൊഫസർ ജോൺസൺ എന്നാണ് സാറിൻ്റെ പേര്. അപ്പം സാർ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. സാറ് ഷെയർ ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നൊരു ക്ലൈൻറ്റാണേ. പുള്ളിയുടെ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ നടന്നു പോകുമ്പം പുള്ളിക്കൊരു കുഴപ്പമില്ല. പുള്ളി 23 അങ്ങാണ്ടേ ആയിട്ടുള്ളായിരുന്നു ആ ടൈമിൽ, 23-25. പുള്ളിയായിരുന്നു നല്ലൊരു IT ഫീൽഡിൽ എന്തോ നല്ലൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട്
ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുകയോ പഠിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തോ ആണ്. എനിവേ എന്താണെങ്കിലും പുള്ളിയുടെ പ്രശ്നമെന്ന് വെച്ചാൽ നല്ലൊരു ചെറുപ്പക്കാരൻ, സുന്ദരനാണ്, സാറ് പറഞ്ഞ അറിവ് വെച്ച് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ പുള്ളിക്ക് ഇങ്ങനെ സോഷ്യലൈസ്ഡ് ആവാൻ പറ്റുന്നില്ല. പ്രശ്നമെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ വെറുതെ റോഡിൽ കൂടെ നടന്നു പോയാലും ഓപ്പോസിറ്റ് വരുന്നവരെ അല്ലെങ്കിൽ വഴി കാണുന്ന എല്ലാവരെയും കാണുമ്പോൾ അവരോട് ചെന്ന് അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസി. അതായത് അവരുടെ പേരറിയണം, അവരുടെ വീട് അറിയണം, അവരുടെ കാര്യങ്ങളൊക്കെ അറിയണം. ആ ഒരു ബിഹേവിയറിനെ, അതാണല്ലോ OCD. നമ്മുടെ ഉള്ളിലൊരു കണ്ടിന്യൂസ് ഒരു ചിന്ത വരുമ്പോൾ അതിനെ ആക്റ്റാക്കി മാറ്റുന്നതാണ് OCD എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തയങ്ങ് പോകും. പക്ഷെ പുള്ളിക്കത് അറിയാണ്ടിരിക്കാൻ പറ്റത്തില്ല. പുള്ളി ഓടിപ്പോയി അവരോടൊക്കെ കാര്യം തിരക്കും. അത് പിന്നീട് ബുദ്ധിമുട്ടായി. കാരണം ആലോചിച്ച് നോക്കിക്കുക, ഞാൻ ചിന്നക്കടയിൽ കൂടെ നടന്നു പോവുക, എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ എന്നെ പിടിച്ചിർത്തി, എനിക്കൊരു പരിചയമില്ല, എന്നെ പിടിച്ചിർത്തി എൻ്റെ പേര് ഊരുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? അവസാനം അത് പുള്ളീനെ നെഗറ്റീവിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഡെയിലി നമ്മുടെ പത്രത്തിനകത്തുനിന്ന് ചരമക്കോളത്തിൽ നിന്ന് എല്ലാവരുടെയും ഈ പേരും കുറച്ച് അത്യാവശ്യം അവരുടെ ഇൻഫർമേഷൻ അതിനകത്ത് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം പുള്ളീനെ വെട്ടി ഒരു ബുക്കിൽ സൂക്ഷിക്കാൻ തുടങ്ങി. ഒരു പെട്ടി നിറച്ച് അതായി അവസാനം. എന്നിട്ട് പുള്ളി ഇതിനൊക്കെ ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇത് ക്യാരി ചെയ്ത് നടക്കും. അല്ലെങ്കിൽ കാണുവാണെങ്കിൽ പുള്ളി അവരോട് നിന്ന് ചോദിക്കുന്നതിന് പകരം ആ ബുക്ക് എടുത്ത് വെച്ച് അതിനകത്ത് ഫോട്ടോസ് നോക്കി ആ കണ്ട ആളെ ഈ ഫോട്ടോസിലുള്ള ആരെങ്കിലുമായിട്ട് സിമിലർ ആണോ എന്ന് നോക്കിയിട്ട് അവരുടെ പേരും അഡ്രസ്സും ഒക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പുള്ളി സമാധാനപ്പെടും. എന്താ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവും. അങ്ങനെ എനിവേ സാറിൻ്റെ അടുത്ത് വന്നു. സൈക്കോളജിസ്റ്റിനെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്തു. അങ്ങനെ പുള്ളി പോയി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. പിന്നെ പുള്ളിക്ക് ബാംഗ്ലൂർ അവിടെ നല്ല ജോലിയൊക്കെ കിട്ടി. പുള്ളിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്നാണ് അന്ന് സാറ് പറഞ്ഞുള്ള അറിവ്. അന്നെന്ന് പറയുമ്പോൾ 2015 ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 15 to 17. അപ്പോൾ ആ ഒരു 15 16 17 ഈ ഒരു ഇയറിലാണ് ഞാനിത് കേട്ടത്. അങ്ങനെ എന്തെല്ലാം ഡിഫറെൻറ്റ് കൈൻഡ്സ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ പ്രോബ്ലംസുമായിട്ട് നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഞാൻ ഈ ഫീൽഡിലൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതൊന്നുമല്ല, ഒരുപാട് എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ അതൊക്കെ പതിയെ നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നു. അപ്പം ഇത് കണക്ക് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇത് കണക്കുള്ള ആളുകളെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ബൈ.